ഹലോ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് ഒരു കയ്പക്കായ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാം. അപ്പം എനിക്ക് ചോറിന് കയ്പക്കായയും പരിപ്പും മീൻ വറുത്തതും ചോറും കൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് തിന്നണം. അപ്പോൾ എങ്ങനെ കയ്പക്കായ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കയ്പക്കായാണ്. ഞങ്ങൾ കുഴിച്ചിട്ടിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടായാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞാനതിനെ ആദ്യം ഉദ്ഘാടനം ചെയ്തു. പിന്നെ രണ്ടാമത്തെ പൊട്ടിക്കണം. എനിക്കിപ്പോൾ 2 എണ്ണം കിട്ടി. ഞാൻ ഈ 2 എണ്ണം തൊണ്ട് കറി വെക്കാൻ പോണ്. അപ്പോൾ ഞാൻ മുറിക്കാണ്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയവരുടെ സഹായം തേടണം. ഞാൻ എൻ്റെ ഇക്കാക്കടയിൽ നിന്നാണ് ഇക്കാക്കാനോട് സഹായം തേടി. അപ്പോൾ ഇക്കാക്ക മുറിച്ചെന്നു. അപ്പോൾ ഇക്കാക്ക മുറിക്കും, ഞാൻ വെള്ളത്തിലിട്ട് കഴുകും. എൻ്റെ അനിയത്തി ഇഷക്കുട്ടി വെച്ചാൽ വെള്ളത്തിൽ നിന്ന് പറക്കിടും. അപ്പം അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങൾ 3 നേരം കൂടിയാണ് കട്ടിങ്ങും കഴുകലും പാത്രത്തിൽ ഇടലൊക്കെ ചെയ്തത്. പിന്നെ സബോള ഇക്കാക്കാനെ കൊണ്ട് നന്നാക്കിപ്പിച്ചു. മുളക് നന്നാക്കി. പിന്നെ നമ്മൾ ഗ്യാസുമ്പോൾ പാൻ വെക്കാം. പാൻ ചൂടാവണ വരെ നമ്മൾ കാത്തുക്കാട്ടോ. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് ഓയിൽ നല്ലോണം ബ്ലെൻഡാക്കി കൊടുക്കാം. ഓയിൽ ചൂടായാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ സബോള ഇട്ട് കൊടുക്കാം. ഗ്യാസ് യൂസ് ചെയ്യുമ്പോഴും വലിയവരുടെ സഹായം തേടുക. പിന്നെ മുളക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ സബോള വാടണ വരെ നമ്മൾ മിക്സ് ചെയ്യാം. സബോള വാടണ വരെ നമ്മൾ എന്താ പറയാം, ഗ്യാസ് തന്നെ വെക്കാം. സബോള വാടിക്കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇടണം. സബോള വാടി ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി അതിട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി, കുറേ ഒന്നും ഇടരുത്. ദെൻ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എരിവ് നിങ്ങൾക്ക് എത്ര വേണം അപ്പം അങ്ങനെ ഇട്ടോ. എനിക്ക് ഒരു കുറച്ച് മതി, ഞാൻ കുറച്ച് ഇടണുള്ളൂ. ആൻഡ് മിക്സിങ്. സബോളയുടെ കളർ തന്നെ ആകെ മാറിയിട്ടോ. ആൻഡ് ദെൻ നമ്മൾ കയ്പക്കായ അങ്ങ് ഇടുക. എന്നിട്ട് കയ്പക്കായ അങ്ങോട്ട് മസാല പിടിപ്പിക്കുക. അങ്ങനെ ഇളക്കി മസാല പിടിപ്പിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഉപ്പ് കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. ഞാൻ ആവശ്യത്തിനൊരു ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് പതുക്കെ ഇളക്കാം. നടുക്കേക്ക് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നമുക്ക് മൂടി വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. ഇതേ വെന്തിട്ടുണ്ട്. നമുക്കിനി വേപ്പില ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേപ്പില ഇടാം കേട്ടോ. നല്ല സെറ്റപ്പ്. ഇത് വെള്ളമൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കിത് വേപ്പില അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് പാനിൻ്റെ ഉള്ളിലിരിക്കുന്ന കയ്പക്കായ
നമുക്കൊരു പാത്രത്തേക്ക് പകർത്താം. ഞാൻ 2 കയ്പക്കായ എടുത്തിട്ട് എനിക്ക് ഇത്രയും കയ്പക്കായ കിട്ടിട്ടോ. അപ്പോൾ നമുക്കിതും കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.